കോഴിക്കോട് എലത്തൂർ കൊലപാതകത്തിൽ പ്രതി വൈശാഖിന്റെ നിർണായക കുറ്റസമ്മതം. യുവതിയെ താൻ ഒറ്റയ്ക്കാണ് കൊന്നതെന്ന് പ്രതി പറഞ്ഞു. അതേസമയം യുവതിയുടെ മൃതദേഹം പ്രതി വൈശാഖനും ഭാര്യയും ചേർന്ന് കാറിൽ കയറ്റുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആദ്യം ദൃശ്യത്തിലേക്ക്. ഞങ്ങൾ രണ്ടാളും സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു. ഞാൻ മരിച്ചില്ല, അവിടെ മരിച്ചു. കുറ്റബോധമുണ്ട്, എനിക്ക് മരിക്കാൻ സാധിച്ചില്ല. കുറ്റബോധം. വൈശാഖിന്റെ ഭാര്യയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവുണ്ടോ? അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഈ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പ്രതി വൈശാഖനുമായി തെളിവെടുപ്പ് നടക്കുകയാണ്. ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ബെൻസൺ, വെറുമൊരു ആത്മഹത്യാ ശ്രമമോ ആത്മഹത്യയോ ആയി പരിണമിക്കേണ്ട ഒരു കേസായിരുന്നു. ഇപ്പോൾ നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൊന്നത് താൻ തന്നെയെന്ന് ഇയാൾ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. കുറ്റബോധമുണ്ട്. അപ്പോഴും അയാൾ ആ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് വിളിച്ചു വരുത്തി ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാനായിരുന്നു ഉദ്ദേശം എന്നൊക്കെ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? എവിടെ വെച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്? ശ്യാമിലി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം 2015 ഈ പ്രതിയായിട്ടുള്ള വൈശാഖിന്റെ വിവാഹം കഴിയുന്നത്. 2016 മുതൽ ഇയാൾ ഈ ഒരു പെൺകുട്ടിയുമായി ബന്ധത്തിലേർപ്പെടുകയാണ്. ആ പെൺകുട്ടിക്ക് അന്ന് 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം. തുടർച്ചയായി തന്നെ ലൈംഗികമായി ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്തിരുന്നു എന്ന ഉൾപ്പെടെയാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ കൊലപാതകം നടക്കുന്നത് ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന എലത്തൂരിലെ മാളിക്കടവ് എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ഇയാളുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ഐഡിയൽ ഇൻഡസ്ട്രീസ് അവിടെ വെച്ചിട്ടായിരുന്നു ഈ ഒരു കൊലപാതകം നടക്കുന്നത്. അവിടേക്ക് എത്തിച്ചാണ് ഇന്നിപ്പോൾ ഇയാളുടെ തെളിവെടുപ്പ് നടത്തിയത്. അതിനുശേഷം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ബേക്കറി ഇവിടെ നിന്നുമാണ് ഇവർക്ക് ഈ പെൺകുട്ടിക്ക് ഉറക്ക ഗുളിക കലക്കി നൽകാനുള്ള ജ്യൂസ് വാങ്ങിയത്. ഇവിടെയും എത്തിച്ച് ഇയാളുടെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ശേഷം ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇയാളെ തിരികെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ഇയാളുടെ പ്രതികരണത്തിന് ശ്രമിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മരിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. ഒരുമിച്ച് മരിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ അവൾ മരിച്ചു, ഞാൻ മരിച്ചില്ല എന്നതായിരുന്നു അയാളുടെ പ്രതികരണം. ഇക്കാര്യങ്ങൾ ഭാര്യയ്ക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആശുപത്രിയിൽ വെച്ച്, അതായത് പെൺകുട്ടിയെ പെൺകുട്ടി നമ്മൾ നേരത്തെ കണ്ട CCTV ദൃശ്യങ്ങളിൽ ഈ ഇയാൾ ഭാര്യയെ അറിയിക്കുന്നു, ഇത്തരത്തിൽ ഇവിടെ ഒരാൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് അല്പം മുമ്പ് നമ്മൾ കണ്ടത്. അത്തരത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ അവിടെ വെച്ചിട്ട് ഭാര്യയോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു എന്നതാണ് ഇയാൾ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഇൻഡസ്ട്രിയിൽ കൊലപാതകം നടന്ന ഇൻഡസ്ട്രിക്കുള്ളിൽ നിന്നും ലഭിച്ച ആ ഇൻഡസ്ട്രിക്കുള്ളിൽ 2 CCTVയും പുറത്തേക്ക് 2 CCTVയുമാണുള്ളത്. അപ്പോൾ ഇതിനുള്ളിൽ നിന്നും പോലീസിന് ലഭിച്ച CCTVക്കുള്ളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ അത് ഏറെ ഭീതിപ്പെടുത്തുന്നതും ക്രൂരവുമായിരുന്നു. കാരണം ഈ ഇത്തരത്തിൽ കഴുത്തിൽ കുരുക്കിട്ട് തൂങ്ങിക്കിടന്ന് പിടയ്ക്കുന്ന ആ പെൺകുട്ടിയെ ഇയാൾ ലൈംഗിക ചൂഷണത്തിന് വിധേയനാക്കിയത് ഉൾപ്പെടെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. അപ്പോൾ ആത്മഹത്യ ചെയ്യാനാണ് വന്നതെങ്കിൽ എന്തിന് അത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്തു എന്ന് അയാൾ അക്കാര്യത്തിലൊന്നും ഒരു മറുപടി അയാൾ പറയുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഈ കൊലപാതകം താൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അയാൾ സമ്മതിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കേവലം ഒരു ആത്മഹത്യയായി, ഒരു സ്വയം ജീവനൊടുക്കിയ ഒരു സംഭവമായി മാറേണ്ടിയിരുന്നതാണ്. പക്ഷേ അവിടെ നിന്നും CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നു. പോലീസിന് കാര്യമായി തന്നെ ഒരു സംശയം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നത്. ആ പരിശോധനയിലാണ് ഇതൊരു ക്രൂര കൊലപാതകമാണ് എന്ന് തെളിയുന്നത്. മാത്രമല്ല ഇയാളൊരു ലൈംഗിക വൈകൃതത്തിന് അടിമ കൂടിയാണ് എന്നും അന്വേഷണ സംഘം കണ്ടെത്തുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന പല ഉദ്യോഗസ്ഥരും പറയുന്നത് തങ്ങളുടെ കരിയറിൽ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഇത്രത്തോളം ക്രൂരത ചെയ്ത ഒരാളെ തങ്ങൾ കണ്ടിട്ടില്ല, അത്രത്തോളം ക്രൂരതയുടെ ദൃശ്യങ്ങൾ കാണേണ്ട അവസ്ഥ തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നതുൾപ്പെടെ അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്ന സാഹചര്യം ഉണ്ടായി. കാരണം അത്രത്തോളം ക്രൂരമായിരുന്നു ആ ഇൻഡസ്ട്രിക്കുള്ളിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ. നിലവിൽ 5 ദിവസത്തെ കസ്റ്റഡിയിലാണ് എലത്തൂർ പോലീസ് ഈ പ്രതിയെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2 ഇടങ്ങളിലും, ഈ ബേക്കറിയിലും അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ചിലപ്പോൾ പ്രാദേശികമായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ആ വീട്ടിൽ നിന്നും ഉണ്ടാകാൻ, അല്ലെങ്കിൽ വീട്ടു പരിസരത്തു നിന്നും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പോലീസ് സന്നാഹത്തോടെ ആയിരിക്കും തെളിവെടുപ്പ് നടത്തുക. സൂചിപ്പിച്ചതുപോലെ തന്നെ 16-ാം വയസ്സ് മുതൽ ഈ പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് വിധേയനാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇയാൾ വിവാഹിതൻ. ഒരു കാര്യം കൂടി, ഭാര്യയോട് എല്ലാം പറഞ്ഞിരുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഭാര്യയോട് അന്വേഷണ സംഘം നിലവിൽ വിവരങ്ങൾ തേടിയിട്ടുണ്ടോ? അതായത് ഈ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുമ്പോൾ ആയിരിക്കുമോ ഇത്തരം കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തുക? എന്താണ് അത്തരം വിവരങ്ങൾ?
അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇയാൾ ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, അതായത് ഭാര്യയോട് ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നു എന്ന് ഇയാൾ നമ്മളോട് പ്രതികരിച്ചതിന് ശേഷം നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിച്ചിരുന്നു. പക്ഷേ ഇത്രയും ദിവസത്തെ ചോദ്യം ചെയ്യലിനിടയിൽ ഒരിക്കൽ പോലും ഭാര്യയെ ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്ന കാര്യം ഇയാൾ പോലീസിനോട് മൊഴിയായി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഇനിയുള്ള ചോദ്യം ചെയ്യലിലായിരിക്കും അക്കാര്യങ്ങളിലേക്ക് കടക്കുക. അതിനുശേഷം മാത്രമായിരിക്കും ഈ പ്രതിയുടെ മൊഴി ഒന്നുകൂടി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത തേടാൻ ഭാര്യയോട് ഇക്കാര്യങ്ങൾ ചോദിക്കുകയുണ്ടാവുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മാനസിക സംഘർഷത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കാരണം ഇത്തരത്തിലൊരു കൃത്യം അവർ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ അറിയുന്ന ഒരു പെൺകുട്ടിക്ക് കൂടിയാണ് ഈ ഒരു കൃത്യത്തിന് ഇരയാക്കപ്പെട്ടതും അവർ അറിയുന്ന ഒരു കുട്ടി കൂടിയാണ്. അപ്പോൾ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. അതായത് പ്രതിയും ഇരയാക്കപ്പെട്ടയാളും ഒരേ കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയാകുമ്പോൾ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും താങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രതി ഇപ്പോൾ നൽകിയിട്ടുള്ള, മാധ്യമങ്ങൾക്ക് മുൻപിൽ നൽകിയിട്ടുള്ള ഈ മൊഴിയിൽ കൂടുതൽ വ്യക്തത പോലീസ് തേടും. അത് വരും ദിവസങ്ങളിലായിരിക്കും ഉണ്ടാകുക. കാരണം ഇനിയും 3 ദിവസത്തോളം പ്രതി അന്വേഷണ സംഘത്തോടൊപ്പം കസ്റ്റഡിയിൽ ഉണ്ടാകും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ തേടും, കൂടുതൽ തെളിവുകളും അന്വേഷണ സംഘം തേടും. ശരി, എന്തായാലും എലത്തൂർ കൊലപാതകത്തിൽ പ്രതി കുറ്റസമ്മതം നടത്തുകയാണ്. കൊന്നത് താൻ തന്നെയെന്ന് പറയുന്നു വൈശാഖൻ പ്രതി.